കൊള്ളാം. നല്ല ഉറക്കം, നല്ല ആഹാരം, നല്ല സുന്ദരികളായ നേഴ്സുമാർ, ചുറ്റും നിനക്ക് പറ്റിയ കൂട്ടും. ഇക്കണക്കിന് നീ ഇവിടെ തന്നെ അങ്ങ് താമസമായി കളയോ? എന്നും കുന്നും നിന്റെ കൂടെയുള്ള താമസനൊക്കെ ഭേദ. നീ അവിടെ പോയി കിടക്കായിരുന്നു? യവനയുടെ അമ്മച്ചിയെ കാണാൻ പോയിരുന്നു. ഓ, പിന്നെ അവിടെ പോയി കാശ് മേടിച്ചല്ലേ? ഞാൻ നിന്നെ പോലെ അത്ര ചീപ്പാണെന്ന് കരുതിയോ? ഒന്നും വാങ്ങില്ലേ? നിനക്ക് ഫ്രൂട്ട്സ് വാങ്ങിക്കാനെന്നും പറഞ്ഞ് കുറച്ച് രൂപ വാങ്ങിച്ചു, അത്ര തന്നെ. ഓ, നീയൊക്കെ കൂടി എന്റെ വില കളയും. എന്നിട്ടാ ഫ്രൂട്ട്സ് അവിടെ? സോറി, നിനക്ക് വേണമായിരുന്നു. ഞാൻ ഇപ്പൊ തന്നെ അമ്മച്ചി എടുത്ത് പോയി കുറച്ച് രൂപ അവിടെ വാങ്ങിച്ചോണ്ടിരാം. വീരപ്പംകൂട് പ്രഭാകരൻ സാർ. പ്രശാന്ത്, പ്രശാന്ത്. അതെ, ഇത് പ്രശാന്ത്, അത് വേറെ. പോൾരാജ് സാറല്ലേ? അറിയോ? ഇതെന്ത് പറ്റി? അയ്യോ, എത്ര നല്ല നടനായിരുന്നു. പേരും കൂടി മറന്നുപോയി. ദിവസവും 2-3 നാടകം കളിച്ച് 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 ഉറക്കൊഴിച്ച് സംഭവിച്ചതായിരിക്കും അല്ലേ? എന്നെ ഓർക്കുന്നുണ്ടോ? അന്ന് ആലപ്പുഴയിൽ വെച്ച് ഉൾപ്രേക്ഷ കാണാൻ കണ്ടിട്ട് ഗ്രീൻ റൂമിൽ ഒന്ന് അഭിനന്ദിച്ച കുഞ്ഞിരാമനാണ് ഞാൻ. കുഞ്ഞിരാമൻ, ശില്പി. അയ്യോ, ശില്പിയൊന്നുമല്ല, ഞാനും ഒരു കലാകാരനാണ്, നാടകാസ്വാദകൻ. കലാകാരന്മാരെന്ന് വെച്ചാൽ എനിക്ക് ജീവനാണ്. ഒരാഴ്ചക്കകം സാറിന് ഭ്രാന്തിയെ മാറ്റിത്തരും, ഇല്ലെങ്കിൽ എന്റെ പേര് ഞാൻ മാറ്റും. ഇവിടത്തെ സ്റ്റാഫിനും ലേശം വട്ടുണ്ടെന്ന് തോന്നുന്നു. അതെ, ഞാൻ എന്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. എന്നോട് തനിച്ചാക്കിട്ടോ? നീ ഇതിനകത്ത് സേഫ് അല്ലേ? പേടിക്കാൻ എന്തിരിക്കുന്നു? ഞാൻ നിന്റെ വീട്ടിലും പോയി വിവരങ്ങൾ അന്വേഷിച്ചറിഞ്ഞിട്ട് നാളെ മടങ്ങിയെത്താം. നമ്മൾ എവിടെയെന്ന് അറിയാതെ അവർ കിടന്ന് വിഷമിക്കുന്നുണ്ടാവും. എന്റെ വീട്ടിൽ പോയി അത് ഇതും പറഞ്ഞു പിടിപ്പിച്ച നിന്നെ ഞാൻ. അതെ, ഇതിനകത്ത് കിടന്ന് ബോറടിക്കുകയാണെങ്കിൽ അമരത്തിലെ മമ്മൂട്ടിയുടെയും ഭരതത്തിലെ മോഹൻലാലിന്റെയും മിമിക്രിയാണ്. എന്റെ മക പരൂഷ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി. കാക്ക മലന്ന് പറക്കൂന്ന് പറഞ്ഞിട്ട് എന്തോ ആയി. മുണ്ടാട്ടം മുട്ടിപ്പോയ. അമ്മേ, ഇതാരാ വന്നിരിക്കുന്നത് നോക്കിയേ. പോളേട്ടന് ആളൊരു സുന്ദരനായിട്ടുണ്ടല്ലോ. പോളേട്ടന് സൗന്ദര്യം കൂടിക്കൂടി വരുന്നുണ്ടെന്ന് പറയുന്നതല്ലേ കുറച്ചുകൂടി കറക്റ്റ്? വല്ല കോൾ എന്തോ ഒത്ത ലക്ഷണം ഉണ്ടല്ലോ പോളേട്ടാ. എല്ലാം പറയാം. നിങ്ങളിത് എവിടെയായിരുന്നു പോളെ? പ്രഭ എവിടെ? നമ്മുടെ കഷ്ടകാലം ഒക്കെ മാറിയമ്മേ. ഞങ്ങൾ വക്കച്ചന്റെ ട്രൂപ്പിൽ നിന്ന് പോന്നു. ഇപ്പൊ എറണാകുളത്തുള്ള ഒരു പുതിയ ട്രൂപ്പിലാ. ദിവസം 2 കളി വെച്ചുണ്ട്. അടുത്ത ആഴ്ച ഉത്തരേന്ത്യൻ ടൂറിന് പോകാനുള്ള തയ്യാറെടുപ്പില്ല. അതുകൊണ്ടാ പ്രഭ വരാഞ്ഞത്. 1 മാസം കഴിഞ്ഞേ വരൂ. ആ വിവരം ഇവിടെ ഒന്ന് പറയാൻ എന്നോട് പ്രത്യേകം പറഞ്ഞയച്ചു. ബോംബെയിലൊക്കെ ഡ്രസ്സിന് വളരെ വിലക്കുറവാ. ഞങ്ങൾ കുറച്ച് ഡ്രസ് എടുത്തു തരാൻ പറയണം. എനിക്ക് ചുരിദാർ മതിയെന്ന് പറയണം. ഇതൊക്കെ നിങ്ങൾ പറയാതെ തന്നെ ഞങ്ങൾ വാങ്ങിക്കൊണ്ടിരില്ലേ? എന്താ ഇത്? 2-3 ദിവസമായി അവന്റെ യാതൊരു വിവരവും ഇല്ലാതായപ്പോ ഞാൻ വല്ലാതെ വിഷമിച്ചു പോയി. ഈ അമ്മമാരൊക്കെ ഇങ്ങനെയാ. എങ്ങനെ? ഞാൻ എന്റെ വീട്ടിൽ ചെന്നപ്പോഴും ഇതേ സിറ്റുവേഷൻ ആയിരുന്നു. അമ്മ ഇതേ ഡയലോഗ്, ഇതേ റിയാക്ഷൻ. അടുത്ത ആഴ്ച ഇവളെ കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട്. അവനില്ലാതെ എങ്ങനെയാ? അതിനെന്താ, അവരെ ഒന്ന് കണ്ടിട്ട് പൊക്കോട്ടെ. ഉത്തരേന്ത്യൻ ടൂർ കഴിഞ്ഞ് മടങ്ങി വന്നിട്ട് ഞങ്ങൾ അവരെ പോയി കണ്ടോളാം. ഇത് പ്രഭാകരൻ തന്നയിച്ചതാ. ഒരു കത്ത് എഴുതാൻ പറയണം. പറയാം. ഞാൻ ഇറങ്ങട്ടെ. മുതലാളി തന്നയിച്ച കാറാ. ഉടനെ മടങ്ങി ചെല്ലണം. ഒരു കാപ്പി കുടിച്ചിട്ട് പോവാം. വേണ്ട, ഞാൻ ഇപ്പൊ ചില്ലി ചിക്കനും ഫ്രൂട്ട് സാലഡും കഴിച്ചതേ ഉള്ളൂ. അതെ, കെട്ടാൻ വരുന്നവൻ എന്നെ പോലെ സ്മാർട്ട് ആണെന്ന് പ്രത്യേകം നോക്കണേ. നോക്കടാ, ഒരു മുഴുക്കിറുക്കൻ. ഇനി എന്നത്തോട് ഇതൊരു പുതിയ വാർത്തയാണല്ലോ. പാവം, കണ്ടിട്ട് കൊള്ളാവുന്ന കുടുംബത്തിലേതാണെന്ന് തോന്നുന്നു. ഡോക്ടറുടെ കസിന. ഓ, പ്രേമനൈരാശ്യമായിരിക്കും. ഞാനൊരു നാടകം കണ്ടിട്ടുണ്ട്. എന്റെ പ്രേമ കുടിയിരുത്തിൽ ബലി കുടിയിരുത്തിൽ ഇത് കഴിച്ചോ. എനിക്ക് ഭ്രാന്തല്ല. ഭ്രാന്തുണ്ടോ ഇല്ലേ തീരുമാനിക്കുന്ന ഞങ്ങളാണ്. മരുന്ന് കഴിക്കാനല്ലേ പറഞ്ഞു. വക്കച്ചൻ ചേട്ടൻ ഇങ്ങനെ വാശി പിടിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. എത്ര കളിയാ എങ്ങനെ ക്യാൻസൽ ചെയ്യുന്നത്? എന്റെ അമ്മണിക്കുട്ടി നല്ല നടന്മാരില്ലാതെ നാടകം ഇറക്കാൻ പറ്റുമോ?
കണ്ട അണ്ടറിന് അടകൊടുന്ന സ്റ്റേജിൽ കയറി കളിച്ചാലേ എന്റെ വിഷുകാല പൂട്ടും. വക്കച്ച സാർ അവന്മാരോട് കാണിച്ചത് കുറച്ച് കറന്ന കൈയായി പോയി. പരിചയമില്ലാത്ത സ്ഥലത്ത് പാതിരാത്രി നടുറോട്ടിലല്ലേ ഇറക്കി വിട്ടത്. എടാ ഒരു ദേശത്തിന് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു. ഇവന്മാർ തിരിച്ചു വരുമെന്നല്ല ഞാൻ കരുതിയത്. വാശിക്ക് അവന്മാര് മോശക്കാരൊന്നുമല്ല. വാശിക്ക് വക്കച്ചന് മോശക്കാരനല്ല. വേറെ ഏതെങ്കിലും ട്രൂപ്പ് ചേരുന്നതിന് മുമ്പേ വക്കച്ചൻ സാർ അവന്മാരിങ്ങ് വിളിച്ചോണ്ട് പോവാ. വക്കച്ചൻ സാറേ, എന്താടി? എന്നെ പല ട്രൂപ്പിലും വിളിക്കുന്നുണ്ട്. ഓ, അതുമല്ല, മദ്രാസിൽ നിന്ന് ഡയറക്ടർ ജയദേവൻ സാറ് ദിവസേന വിളിയാ. ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്നാ നീ പോയി ചെയ്യേ. പ്ലീസ് എന്നെ ടെൻഷൻ ആക്കലേ. പ്ലീസ് പ്ലീസ്. ചേട്ടൻ ഇങ്ങനെ ടെൻഷൻ ആവാതെ. ഈ സീസൺ തീരുന്നത് വരെ അവരെ നമ്മൾ സഹിച്ചേ നിവൃത്തിയുള്ളൂ. വക്കച്ചൻ സാർ അവരെ പോയി ഒന്ന് വിളിക്കൂ. അവരെ വിളിക്കണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം. പ്ലീസ് എന്നെ ടെൻഷൻ ആക്കലേ. പ്ലീസ് 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 പ്ലീസ്. ഹലോ, ഹായ്. വീന പള്ളിപ്പെരുന്നാളിന് വിട്ട് ഒരാഴ്ചയായല്ലോ. പെരുന്നാളിന് ആന്റിമാരൊക്കെ വന്നിരുന്നു. അവരോടൊപ്പം 2 ദിവസം ടൂറിലായിരുന്നു. പെരുന്നാളിന്റെ പങ്കൊന്നും കൊണ്ടുവന്നില്ലേ? എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ഹോസ്റ്റലിൽ കയറാൻ നേരെ ഇങ്ങോട്ട് തന്നെ വന്നത്. വാ. അല്ല സിസ്റ്ററെ, ഈ ജയിലിൽ നിന്ന് പ്രതികൾ പരോളിൽ പോകുന്ന പോലെ ഇവിടത്തെ രോഗികൾക്കും കൂടെ കൂടെ വീട്ടിൽ പോയിട്ട് വരാം അല്ലേ? ആര് പറഞ്ഞു? അല്ല, ദാ ഇപ്പൊ പോയ ആ കുട്ടി വീട്ടിൽ പോയിട്ട് വന്നതല്ലേ? കൊള്ളാം, അവരിവിടുത്തെ നേഴ്സാ. അതെയാ? ഇവിടെ അല്ല, അവിടെ. ഇതെന്താ ഇഞ്ചക്ഷനാ? എനിക്ക് വേണ്ട. ഇഞ്ചക്ഷനും മരുന്നൊക്കെ ഉപയോഗിച്ചെങ്കിലേ എളുപ്പം ഇവിടുന്ന് പുറത്തു പോകാൻ പറ്റുള്ളൂ. സാറിന്റെ കാര്യത്തിൽ എനിക്ക് പ്രത്യേക താല്പര്യമുള്ളതാണ്. സമയാസമയങ്ങളിൽ സിസ്റ്റേഴ്സിനെ വിളിച്ചുകൊണ്ട് നിന്നൊക്കെ ചെയ്യിക്കുന്നു. ഈ ഒരു കാര്യത്തിൽ എന്നോട് വലിയ താല്പര്യം വേണമെന്ന് എനിക്ക് നിർബന്ധമില്ല. പെങ്ങളെ എനിക്കിത് വലിയ പേടി, അതുകൊണ്ട് വേണ്ട. സാറിന് മണി ഓർഡർ വല്ലതും വേണോ? വേണം. എന്റെ കയ്യിലില്ല. പറവൂർ പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ്മാനായിരുന്നു ഗോപാലൻ. ഒരു വീട്ടിൽ എഴുത്തു കൊടുക്കാൻ വേണ്ടി ചെന്ന് ഭർത്താവും 2 കുട്ടിയുള്ള സ്ത്രീകരെ കൊണ്ട് പ്രേമിച്ചു. ഇരുട്ടടിയിട്ടതാ, ഇങ്ങനെ ആയിപ്പോയി. അയ്യോ, എന്ത് മരുന്നത്? ഇത് ക്ഷീണം മാറാനുള്ളതാ. സിസ്റ്റർ അറിയുമോ പ്രഭാകരൻ സാറിന്? വലിയ നാടകനാ. തിരപ്പം കൂടെ പ്രഭാകരൻ വരില്ലേ? എന്നും നാടകം 2-3 കളിയുണ്ടാവും. ഉറക്കം ഇളച്ചളച്ച് ഇങ്ങനെ ആയി പോയതാ. സാർ ഇവിടെ കിടന്നു, ഞാനിപ്പോ വരാം. തോമസൂട്ടി, ജോർജ് ഇവിടെ വന്നേ. വരാൻ വന്നേ. നിങ്ങൾ ഈ സാറിനെ അറിയോ? നാടകക്കാരനാ. അകലെ അമേരിക്കയിലേക്കെന്ന നാടകത്തിലെ ഡോക്ടർ മാത്യൂസ്. എന്താ കലക്ക്. നിങ്ങൾ വെച്ചോളൂ. ഞാൻ ഇന്നവരെ കൈക്കൂലി വാങ്ങിച്ചിട്ടേ ഉള്ളൂ, കൊടുത്തിട്ടില്ല. ആദ്യമായിട്ട് തരികയാണ്. എന്തിനാണെന്നറിയാമോ? ഡോക്ടർ ഒന്നും അറിയണ്ട, നമുക്ക് ഈ സാറിന് ഒരു ഉഗ്രൻ ഷോക്ക് കൊടുക്കണം. അയ്യോ, ഷോക്കോ? ഇറങ്ങിപ്പോടുന്നു. ഭ്രാന്തില്ലാത്ത എന്നെ നിങ്ങളൊക്കെ കൂടി ഭ്രാന്തനാക്കും. ഡോക്ടർ, എനിക്ക് ഷോക്ക് തരാൻ പോകുന്നേ. ഓടിവായോ. ഇറങ്ങിപ്പോടുന്നു. എന്താ? കൊല്ലും ഞാൻ എല്ലാத்தைയും. എനിക്ക് ഷോക്ക്. പോളെ, എനിക്ക് ഇവന്മാർക്ക് ഷോക്ക് തരാൻ പോകുന്നു. അയ്യോ, നീ വന്നേ. നീ ഒരു മിനിറ്റ്. അതല്ല, ആ തടിയുള്ള ചേട്ടൻ. അതെ അതെ, ഈ നാടക ക്യാമ്പിൽ ഇസ്തിരി ഇട്ടോണ്ടിരുന്നപ്പോ ഷോക്ക് അടിച്ച അവൻ ഇങ്ങനെ ആയത്. ഡോക്ടർക്ക് പോലും ഈ വീഴറിയില്ല. അതുകൊണ്ട് ഇനി ഷോക്ക് അടിപ്പിച്ച അവന്റെ വട്ട് കൂടും. ഈ കൈക്കൂലി വെച്ചോ. എടാ, ആ പോയവനെ പിടിച്ച് അകത്തിടാൻ വല്ല മാർഗോട്ടോ നോക്ക്. അല്ലെങ്കിൽ അവനെ സ്നേഹിച്ച് സ്നേഹിച്ച് ഷോക്ക് അടിപ്പിച്ച് കൊല്ലും. നീ പേടിക്കാതിരിക്കെ, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മുങ്ങാം. മുങ്ങാം, പക്ഷെ പൊങ്ങുന്ന യമുനയുമായിട്ടായിരിക്കണ്ടേ. അതിനുള്ള വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അതിന് എന്നെ ഇവിടെ നിന്ന് ആദ്യം ജനൽപാടിലേക്ക് മാറ്റാനുള്ള ഒരു വഴി നോക്കണം. അത് ഞാൻ ഏറ്റു. അതിനുള്ള വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. എന്ത് വഴി? അതൊക്കെ ഉണ്ട്. ചളമാക്കരുത്. പ്രാന്തന്മാർക്ക് എടുക്കാനുള്ള ഇഞ്ചക്ഷനാണ് എനിക്ക് ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്നത്. ഭ്രാന്തില്ലാത്തവന് ഇഞ്ചക്ഷൻ എടുത്തുള്ള അനുഭവം അറിയാലോ. അവനും ഭ്രാന്തനായി മാറും. നീ നാടകത്തിൽ നല്ലൊരു ഭ്രാന്തനായിരുന്നു. യഥാർത്ഥ ജീവിതത്തിലും അങ്ങനെ തന്നെ ആയി മാറാൻ നോക്ക്. ഓൾ ദി ബെസ്റ്റ്. നീ എന്താ എന്നെ തെറി വിളിക്കാത്തത്? പോ പോ. സിസ്റ്റർ, സിസ്റ്ററിന് എന്നെ മനസ്സിലായില്ലേ? ഇല്ല. ഞാനാണ് പിണ്ടിമന പോൾരാജ്. പ്രൊഫഷണൽ നാടകരംഗത്തെ ഒരു പ്രഗത്ഭ നടനാണ്. സിസ്റ്ററിന്റെ നാടകങ്ങളൊന്നും കണ്ടിട്ടില്ലേ? ഇല്ല. വസന്ത പൗർണമി രാത്രിയിലെ വേലക്കാരൻ, പ്രഹേളികയിലെ ഇൻസ്പെക്ടർ, നിന്നെയും കൊല്ലും ഞാനും ചാകും എന്ന നാടകത്തിലെ കൊലപാതകി, താരാട്ടു പാടാൻ അമ്മയുണ്ടല്ലോ താളം പിടിക്കാൻ അച്ഛനുണ്ടല്ലോ എന്ന നാടകത്തിലെ അച്ഛൻ.
ഡോക്ടറെ കണ്ടില്ലേ? ഇല്ല, പിന്നെ സിസ്റ്റർ കണ്ടിട്ട് പ്രയോജനമില്ലെങ്കിൽ ഡോക്ടറെ കാണാമെന്ന് വിചാരിച്ചു. ഈ അസുഖത്തിന് ആദ്യം ഡോക്ടറെയാണ് കാണേണ്ടത്. അയ്യോ, എനിക്ക് അസുഖമൊന്നുമില്ല. എന്റെ സുഹൃത്തിനാണ് അസുഖം. G11 സെല്ലിൽ കിടക്കുന്ന പ്രശാന്ത്. ആദ്യം എല്ലാവരും ഇങ്ങനെയാ പറയുന്നത്. അയ്യോ, സത്യമായിട്ട് എനിക്കൊന്നുമില്ല, എന്നെ വിശ്വസിക്കൂ. ഒന്നുമില്ലെങ്കിൽ നമ്മളൊരു ജാതിയല്ലേ. സിസ്റ്റർ ക്രിസ്ത്യാനിയല്ലേ, ഞാനും ക്രിസ്ത്യാനിയാ. ഒരു കാര്യം പറയാൻ വേണ്ടിയാ വന്നത്. എന്റെ സുഹൃത്തിന് അസുഖം വളരെ കുറവുണ്ട്. ഇവിടെ കിടക്കുന്ന രോഗിയിൽ ഏറ്റവും നോർമൽ അവനാ. സിസ്റ്റർ ഡോക്ടറോട് പറഞ്ഞ് അവനെ ജനറൽ വാർഡിലോട്ട് മാറ്റി തന്നാൽ വളരെ ഉപകാരമായിരിക്കും. ഞാൻ ഡോക്ടറോട് പറയാം. പറഞ്ഞാൽ പോരാ, സാധിച്ചു തരണം. നമ്മളൊക്കെ ക്രിസ്ത്യാനികളല്ലേ സിസ്റ്റർ, പ്ലീസ്. ഈ ജാതിയും മതവും പറഞ്ഞ് കാര്യം സാധിക്കാൻ നോക്കണ്ട. ഞാൻ ഡോക്ടറോട് പറയാന്ന് പറഞ്ഞില്ലേ?